to day 20 of our 21-day challenge. ചില ആൾക്കാരുടെ പ്രസൻസ് നമ്മുടെ ലൈഫിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ. So what I wanted to start with today is we all should have an encouraging heart. നമ്മൾ ഒരാൾ നമ്മളോട് എൻകൗണ്ടർ ചെയ്യുമ്പം അവരുണ്ടായിരുന്ന പ്രസൻസിൽ നിന്ന് അവരുണ്ടായിരുന്ന പൊസിഷനിൽ നിന്ന് they should always feel better. We should always make an aim for ourselves to make everyone else, people around us feel better. അവരുണ്ടായിരുന്ന സിറ്റുവേഷനിലേക്കാളും they should feel better off. So today I want to start with how to have an encouraging heart. നമുക്ക് എങ്ങനെ ഒരു എൻകറേജിങ് ഹാർട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് ഒരു 2 ടിപ്സ് പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഡിവോഷനിലേക്ക് പോകാം. So the first thing is we need to take time alone with God. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് when we sit at the feet of Jesus, when we read life-giving word, Bible is always life-giving. Life-giving word ഇന്ന് നമ്മൾ നമ്മുടെ നറിഷ്മെൻറ്റ് എടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അതിനെപ്പറ്റി വേറെ നോക്കിയായിരുന്നു. ഹൗ ടു ഡ്രോ നറിഷ്മെൻറ്റ് ഫ്രം ഗോഡ് എന്നൊക്കെ ഉള്ളത് വേറെ ഡേയ്സിലെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ വെൻ വി സിറ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു പീസ് ഇന്നർ കാം ഇസ് ഇനഫ് ടു പുട്ട് ourselves in a peaceful position as well as people around us would definitely feel better. And the second thing is we need to make time to develop our skills and overcome our weakness. ഇത് പറയുമ്പം നമുക്കൊക്കെ നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കാൻ പറ്റിയ നമുക്ക് ഒരുപാട് നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വൺസ് യു അണ്ടർസ്റ്റാൻഡ് യുവർ വീക്ക്നെസ്. അതിന് ഒരു നല്ല മെത്തേഡ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ബുക്സ് വായിക്കുക. ഐ എം നോട്ട് ടെലിംഗ് എവ്രി വൺ അല്ലെ ഒരു ഭയങ്കര ഒരു റിയലിസ്റ്റിക് സൊല്യൂഷൻ തരുമല്ല, ബട്ട് സം ബുക്സ് ആർ മസ്റ്റ് റീഡ്. അതിൽ ഒരു ബുക്കാണ് ഡെയിൽ കാർണഗിയുടെ ഹൗ ടു സ്റ്റോപ്പ് വറിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് ആൻഡ് ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് യുവർ ജോബ്. സോ this is one book that literally changed my 2021. ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും 2021 എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്ത ബുക്സ്. അപ്പം ഈ ബുക്സ് ഒക്കെ വായിക്കുന്നത് നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നും. ഇത്രയും വലിയ ബുക്കൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണല്ലോ നോക്കും. പക്ഷെ നമ്മൾ ടൈം സേവ് ചെയ്യും. ബിക്കോസ് നമ്മളെക്കാട്ടി ഒരുപാട് എക്സ്പീരിയൻസസിലും ഒരുപാട് ഡിഫിക്കൽട്ടീസും കൂടി പോയി ഈ ലോകത്തിൽ അവർക്ക് അവരൊരു 80 വർഷം അല്ലെ 60 വർഷം ഫീൽ ചെയ്തിട്ട് എഴുതിയ കാര്യങ്ങൾ നമ്മളൊരു 23-24 വയസ്സിൽ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ലെസൺസ് പഠിക്കാൻ പറ്റും. വി ട്രാവലിംഗ് എ ലോട്ട്. അവരവരുടെ 60ാമത്തെ വയസ്സിൽ പഠിച്ചത് നമ്മൾ 23ാമത്തെ വയസ്സിൽ പഠിക്കുമ്പം നമ്മൾ അത്രയും ടൈം സേവ് ചെയ്യുക. സോ ടൈം കൺസ്യൂമിങ് ആണെന്ന് പറഞ്ഞ് മാറ്റി വെക്കണ്ട. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സേവ് യുവർ ടൈം ഫ്രം മേക്കിംഗ് സം ഡം ഡിസിഷൻസ് ഇൻ യുവർ ലൈഫ്. സോ ഇറ്റ് ഹസ് ഹെൽപ്പ് മീ അ ലോട്ട്. അപ്പം ഞാൻ വേറെ ബുക്ക് സജഷൻസ് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഐ എം നോട്ട് ഗോയിങ് മച്ച് ഓഫ് ഇറ്റ്. സോ this is a book. ഈ ബുക്ക് എടുക്കാനുള്ള കാരണം this is a book which tells us നമ്മളുടെ പ്രോബ്ലംസ് എങ്ങനെ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെ ഒരു പോസിറ്റീവ് വേയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ആവാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കുള്ള നമ്മളുടെ പാസ്റ്റും നമ്മളുടെ പ്രോബ്ലംസും നമുക്ക് ഓവർകം ചെയ്യാൻ കരുത്ത് തരും. അല്ലെങ്കിൽ ഒരുപാട് നല്ല റൈറ്റേഴ്സിനെ പോലും വേറെ പല ബുക്സും വേറെ റൈറ്റേഴ്സിനെ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണിത്. സോ ഡെയിൽ Carnegie is definitely a good study. The language is not that complicated, so I definitely tell you guys to go with it. Another step in the memorize scriptures. Memorizing scriptures is powerful because I still remember നമ്മൾ നേരത്തെ എപ്പോഴേലും പഠിച്ച സ്ക്രിപ്ചർ വേഴ്സസ് നമ്മളൊരു ട്രബിൾ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും അത്. സോ വെൻ വി ഡിക്ലെയർ ഇറ്റ് ഔട്ട് ലൈക്ക് ഗോഡ് ഈസ് മൈ റെഫ്യൂജ്, ഐ വിൽ നോട്ട് ബി ഷേക്കൻ, അല്ലെങ്കിൽ whenever we remind ourselves of God's love, that fills us with strength. So God's word is our number one guide. After ഞാൻ ഒരുപാട് ബുക്സ് വായിക്കുന്നതാണ്, ബട്ട് ബൈബിൾ സ്റ്റിൽ റിമെയിൻസ് my first priority, my number one guide, and then comes the other books. So എനിക്കൊരു ഷെഡ്യൂൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. I read devotionals at the start of my day and then I go to other books which can help me. So you have to be very picky about which books you choose for yourself. Going ahead, so today we are going to deal with the heart that seeks first things first. ഇതാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. സോ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗോഡ്സ് പ്ലാൻ ഇറ്റ് മൂവ്സ് അവർ ഹാർട്ട് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്ലാൻ നമ്മുടെ മുന്നിൽ അൺഫോൾഡ് ആവുന്നതിനെ ഇത് എലിസബത്ത് ജോർജിൻ്റെ ഡിവോഷനിൽ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ദൈവത്തിൻ്റെ പ്ലാൻ അൺഫോൾഡ് ചെയ്യുന്നത് ഒരു മൗണ്ടനിൽ കയറി നിന്നിട്ട് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട്. യു സീ എ ലോട്ട് ഓഫ് തിങ്സ്. So when we take time alone, ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്, when we take time alone with God, God talks to us about His dreams for our life.
അതേപോലെ നമ്മൾ മൗണ്ടനിൽ കയറി നിന്നിട്ട് നമ്മൾ ഫുൾ വ്യൂ കിട്ടുന്നതിൻ്റെ ഒരു ദൈവം എവിടെയാണോ നമ്മളെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ കിട്ടുക. സോ ദാറ്റ്സ് വെരി ഇൻസ്പയറിങ്. ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണ് നമ്മൾ ബ്യൂട്ടിഫുൾ മൗണ്ടൻ ഒക്കെ ക്ലൈംബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ ലൈഫിൻ്റെ ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ ഇറ്റ്സ് വിത്ത് ഗോഡ് ഓൺലി. നോ വൺ എൽസ് ക്യാൻ ഡു ഇറ്റ് ഫോർ യു. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും എല്ലാം whenever we pray, whenever we work hard, it should be based on these priorities that are already being set by God. So whenever we determine our priority, നമ്മളുടെ ടൈമും എനർജിയും റൈറ്റ് വേയിൽ ഫോക്കസ് ചെയ്യാൻ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യാനും ഗോൾ സെറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കണമെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെങ്കിലും എത്ര ബുക്ക് വായിച്ചെന്ന് പറഞ്ഞാലും ദിസ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി ഷുഡ് നെവർ ഫോർഗെറ്റ്. That is the power of choices. എനിക്ക് ഈ ഒരു തോട്ട് എന്നെ ഇവോക്ക് ചെയ്തത്. I was once reading Robin Sharma's Who Will Cry When You Die. സോ ആ വായിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് അതിലൊരു 101 ഹാബിറ്റ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. സിമ്പിൾ ഹാബിറ്റ്സ്. ഇറ്റ്സ് ഓൾസോ വെരി ഗുഡ് ബുക്ക് വിച്ച് ഐ വിൽ റിക്കമെൻഡ്. അപ്പം എല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ചോയ്സ് വി മേക്ക്. യുവർ ചോയ്സ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. നിങ്ങൾ പലരും ഒരു പക്ഷേ ഒരു കവിത വായിച്ചിട്ടുണ്ടാവും. ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് but I have miles to go before I sleep. I have miles to go before I sleep. അപ്പം ആ ഒരു കവിതയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു യാത്രക്കാരനോ ട്രാവലർ ഓൺ എ ഹോഴ്സ് ഹി സീസ് എ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ. അവിടെ സ്റ്റക്കായി നിൽക്കാതെ ഹി സേസ് എനിക്ക് പോകണം, ഐ ഹാവ് ലോട്ട് ഓഫ് ഡ്യൂട്ടീസ് ടു ഡു. സോ ഇറ്റ് എവറിത്തിങ് വാട്ട് എവർ വി മേക്ക് ഔട്ട് ഓഫ് അവർ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് വൺ പർട്ടിക്കുലർ ചോയ്സ് ദാറ്റ് വി മേക്ക് ഇൻ എ ലൈഫ്. നമ്മൾ വീഴും, ദാറ്റ്സ് ഫോർ ഷുവർ ദാറ്റ് യു ആർ ഗോണ ഫോൾ, ബട്ട് വി ഹാവ് two choices, either to remain or either to rise. ഒന്നീ നമുക്ക് അവിടെ റിമെയിൻ ചെയ്ത് അവിടെ അടികിട്ടി കിടക്കാം, അല്ലെങ്കിൽ നമുക്ക് ചാടി എഴുന്നേക്കാം. So you have to make a choice. I have to make a choice on a daily basis. We all have to make a lot of choices. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. So you can take a choice to be positive or to stay negative. You can take a choice to take steps for your discipline. എന്ന് വെച്ചാൽ കുഞ്ഞു സ്റ്റെപ്സ് നമുക്ക് ഒരു പക്ഷെങ്കിൽ എടുക്കാതിരിക്കാം. നമുക്ക് സ്നേഹിക്കാൻ ഒരു സ്റ്റെപ്പ് എടുക്കാതിരിക്കാം. ഫോർഗീവ്നെസ് നമ്മളുടെ ഒരു ചോയ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ വേണ്ട. സോ എവറിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചോയ്സസ്. സോ ഇതിൽ എലിസബത്ത് ജോർജ് പറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. വാട്ട് യു ആർ ടുഡേ ഇസ് വാട്ട് യു ആർ ബിക്കമിങ്. നമ്മൾ ഇന്ന് എടുക്കുന്ന ചോയ്സസ് ആണ് നമ്മളുടെ നാളെ പറയുന്നത്. ഒരു പക്ഷെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മളൊരു 5 വർഷം മുമ്പ് സ്വപ്നം കണ്ട ഒരു ടൈമാണ് ഇന്ന്. whenever we are depressed or whenever we are discouraged, we have to tell ourselves that ഞാൻ പണ്ടെന്നോ സ്വപ്നം കണ്ട ഒരു ദിവസം ഇത്. നമ്മൾ ഇന്ന് സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, പക്ഷേ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എപ്പോഴോ സ്വപ്നം കണ്ട ഒരു ടൈമാണ്. സോ we can all make our life beautiful once we make choices that are right in our life. So our choices make all the difference. അതുപോലെ തന്നെ ഒരു കൊട്ടേഷനോടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. This is something that I always remind myself. So it goes like this: the condition of the heart is a matter of choice. So if you are taking a choice to stay down, if you are taking a choice to stay knocked down, you want to stay there. So the only condition of your heart is a choice. If you choose to be negative, you are going to lay there. If you choose to be positive, if you choose to be courageous, you are going to be courageous. If you are taking a decision to fight for yourself, to be brave, then definitely that is going to make all the difference in your life. Whenever we make choices, there is one more important thing that I want to remind you. Choices എപ്പോഴും എളുപ്പമല്ല, and not every choice നമുക്ക് കിട്ടുന്ന ചോയ്സസ് ചിലപ്പോൾ റാൻഡം ആയിട്ട് ഡിസിഷൻസ് എടുക്കേണ്ട ചോയ്സസ് കാണും. There's a small example that I have. It's we shouldn't rush in whenever you make a choice. We shouldn't rush in to make choices. It's always safer to wait. എപ്പോഴും വെയിറ്റ് ചെയ്യുക. സോ പ്രാക്ടീസ് വിസ്ഡം വെയ്റ്റ്സിൽ ഇത് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഒരു കോൾ വരും, നല്ലൊരു ഇമെയിൽ വരും. സോ വി ഓൾവേസ് ആർ ലൈക്ക് ആണ് അത് പെട്ടെന്ന് നോക്കാൻ. സോ വെൻ വി സെറ്റ് എ പ്രയോറിറ്റി, നമ്മളിപ്പോൾ പ്ലാൻ എ ഒരു പ്രയോറിറ്റി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്ക് ഒരു ചോയ്സ് ഉണ്ട്, അറ്റൻഷൻ കൊടുക്കാം. അറ്റൻഷൻ കൊടുത്താൽ നമ്മൾ വെച്ചേക്കുന്ന പ്ലാൻ എയിൽ നമ്മൾ ഓഫ് ട്രാക്ക് പോകാം. സോ യു സ്റ്റിൽ ഹാവ് ഓപ്ഷൻസ് ടു ഇഗ്നോർ ഇറ്റ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മളൊരു ഓഫർ കാണാം, ഇന്ന് ഒരു 50% ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ഒരു സാധനമുണ്ട്, പക്ഷേ നമ്മളുടെ മെയിൻ ബഡ്ജറ്റിൽ അതില്ല. സോ യു ക്യാൻ മേക്ക് എ ചോയ്സ്. അപ്പോൾ നമുക്ക് റാൻഡം ഡിസിഷൻ എടുത്ത് വെച്ചാൽ അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാനിന് സ്റ്റിക്ക് ഓൺ ചെയ്യാം, നമ്മുടെ പ്രയോറിറ്റീസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇപ്പോൾ ഒരു വെയിൻ ബാലൻസ് ആണ്, ചില കാര്യങ്ങൾ നമ്മൾ വെയിൻ ബാലൻസിൽ വെക്കണം.
ഇതാണോ കൂടുതൽ ഇതാണോ കൂടുതൽ, വിച്ച് വൺ ഹാസ് എ ഹയർ പ്രയോറിറ്റി ഫോർ യു, അത് നമ്മൾ ചൂസ് ചെയ്യുക rather than making a random decisions. ആ ഒരു ഡിസ്കൗണ്ട് ചിലപ്പോൾ പിന്നെ എപ്പോഴേലും വരുമായിരിക്കും. ഇഫ് യു ആർ ഓൺ മണി സേവിങ് ഒരു കാര്യത്തിൽ നമ്മളൊരു പുതിയ ഡിസിഷൻ എടുത്താൽ വി ഹാവ് ടു സ്റ്റിക്ക് ഓൺ മണി സേവിങ്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കാൻ ഈ മാസമായും ഐ ട്രൈ ടു ഇൻവെസ്റ്റ് അല്ലെ ഐ ട്രൈ ടു സേവ് മണി എന്നൊരു റാൻഡം ഡിസിഷൻ എടുത്തെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. You have to stick to your main plan that you've created for yourself. സോ കമ്മിങ് ബാക്ക്, റെഗുലർ ടൈം വിത്ത് ഗോഡ് ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മളെ വിസ്ഡത്തിലേക്ക് നയിക്കുന്നതും നമ്മളെ നല്ല ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നതും ഒക്കെ ഈ റെഗുലർ ടൈം വിത്ത് ഗോഡ്. ദർ ഇസ് ദിസ് ബ്യൂട്ടിഫുൾ ലെസൺ വിച്ച് ഐ ലേൺഡ് ലാസ്റ്റ് ഇയർ ഫ്രം A.W. Chaucer, The Pursuit of God. God can be real and intimate as any other person we have in our life. നമ്മൾക്ക് എപ്പോഴും ഒരു ഇൻവിസിബിൾ പവറായിട്ടാണ് നമ്മൾ ഗോഡിനെ കാണുന്നത്. പ്രെയർ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സുപ്രീം പവർ, സുപ്രീം ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഗോഡ് ക്യാൻ ബി റിയലി ഇൻറ്റിമേറ്റ് ടു യു. ഹി ക്യാൻ സ്പീക്ക് ടു യു. ആ ഒരു കാര്യം, it takes a lot of time for our soul to get connected with God. This intercourse between us and God is very personal. We have to take that personal choice to spend our time with God, and we can simplify our approach to it. Just go to Him. നമ്മൾ പലപ്പോഴും നമ്മൾ കുറേ ആവശ്യങ്ങളും ബേർഡൻസും ആയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോലെ, but just go and sit in God's presence just for the sake of love, for the sake of spending time with God. ദൈവത്തിൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യണം, അല്ലെ ദൈവത്തിനെ ആസ് എ പേഴ്സൺ നമുക്കറിയണം. ആ ഒരു ഇൻറ്റിമസിയുടെ സ്വീറ്റ്നെസ് അറിയണം എന്നുള്ളൊരു ചോയ്സ് എടുത്തിട്ട് പോകുന്നത് എപ്പോഴും പവർഫുള്ളാണ്. God will definitely honor that decision and that choice which we make. And one more thing we have to remind is God is our only treasure. We shouldn't go to God for the possessions or for the blessings that He has given us. Just go to God for the sake of who He is and for the sake of His love that He has towards us. So moving on to today's devotion. ഇന്നത്തെ devotion നമ്മൾ Proverbs 31 chapter 31 30th verse ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. I'm going to read it for you. The verse goes like this: charm is deceptive and beauty is fleeting, but a woman who fears the Lord is to be praised. So the topic is what we're going to deal with is a woman who fears the God. So beauty, as we know, it's fleeting. With time, beauty changes with time. നമ്മുടെ കയ്യിലൊന്നും പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല ബ്യൂട്ടി, മണി ആൻഡ് ഓൾ ദാറ്റ്. ഇറ്റ് ക്യാൻ ജസ്റ്റ് ഫ്ലാഷ് ഫ്രം our eyes in a second. അല്ലെങ്കിൽ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത നമുക്ക് ബ്യൂട്ടിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. സോ ബ്യൂട്ടി ഇസ് സംതിങ് ദാറ്റ് കറപ്റ്റ്സ് വിത്ത് ടൈം പോകുന്ന കാര്യങ്ങളാണ്. എനിക്കറിയാം ഇന്നത്തെ മേക്കപ്പ് ഒക്കെ അത് നിർത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സോ there was this funny comment which I heard. ഇനിയും ഒരു 20 years കഴിയുമ്പോൾ ഗ്രാൻഡ് മദറും മദറും ഗ്രാൻഡ് ചൈൽഡ് ഏതാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇന്നത്തെ ബ്യൂട്ടി ഇൻഡസ്ട്രി വളർന്ന് ഫ്ലറിഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതർ സൈഡിൽ നിൽക്കട്ടെ. സോ വാട്ട് ഐ മെന്റ് ഇസ് ബ്യൂട്ടി ഇസ് സംതിങ് ദാറ്റ് കറപ്റ്റ്സ് ആൻഡ് ഇറ്റ് ഡിസ്റ്റോർട്ട്സ് വിത്ത് സിക്നെസ്. നമുക്കൊരു അസുഖം വന്നാൽ ബ്യൂട്ടി തീരാന്നുള്ളതേ ഉള്ളൂ. ആൻഡ് വൈ ബ്യൂട്ടി സ്പെസിഫിക്കലി മെൻഷൻഡ് ഹിയർ ഇസ് ദാറ്റ് ഇറ്റ് can never hold marriage. Marriage is a sacred covenant, and every relationship, I don't think any relationship has to be founded on such beauty concepts. അല്ലെങ്കിൽ പൈസയുടെ കാര്യങ്ങളോ സൗന്ദര്യത്തിൻ്റെ കാര്യങ്ങളോ ഒന്നും ഒരു റിലേഷൻഷിപ്പും നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ പാടില്ല, എസ്പെഷ്യലി മാരേജ്. The Bible is specifically talking about the fear of God. So just like I told yesterday, when you fear God, you will try to please Him, you will try to walk in His will, you will try to walk in His dreams. And our choice നമ്മളായി എടുക്കേണ്ടത്. We need to take that choice voluntary, that conscious decision to choose God always. So when we believe in the Bible, when we take regular time with God, it will definitely help us to align our choices and to align our decision with God. So the next thing is difficulties വരും നമ്മുടെ ലൈഫിൽ. ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ നമ്മൾ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും ബ്യൂട്ടി, പൈസ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ട്രസ്റ്റ് ഇടാൻ പറ്റത്തില്ല. A woman who fears the Lord would definitely stay strong in such circumstances. The fear of God takes us to the Lord. Whenever we face a problem, നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്ട്രെങ്ത് സീക്ക് ചെയ്യുമ്പോൾ God fights for us. That again shows us
our fear to God. ഈ ഒരു കാര്യം ഞാൻ പറയാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തോടുള്ള ഭയം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. ആൽക്കഹോൾ നമ്മുടെ ലൈഫിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയസിലെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുക. ദൈവം നമ്മളുടെ ലൈഫിൽ ദൈവത്തിന് വേണ്ടി ഒരു സ്പേസ് ഉണ്ട് നമുക്ക്. നമ്മൾ ആ സ്പേസ് ഈ ലോകത്തിലെ കാര്യങ്ങളും കൊണ്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഐ നോ എ ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ്, whenever you get in trouble, you go take a cigarette and you think that's done. Whenever you get a problem, whenever you get a trouble, നമ്മൾ റിലൈ ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. അല്ലെ ഇപ്പോൾ ഒരു സിമ്പിൾ കാര്യം തന്നെ, ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നവരുണ്ട്, ഡിപ്രസ്ഡ് ആകുമ്പോൾ ഓവറായിട്ട് ഉറങ്ങുന്നവരുണ്ട്, ബിഞ്ച് വാച്ച് ചെയ്യുന്നവരുണ്ട്. സോ ഐ വാസ് എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. ഐ ഹാഡ് എ ടോക്സിക് ബിഹേവിയർ ഓഫ് ഐസൊലേറ്റിംഗ് മൈസെൽഫ് ഫ്രം എവ്രി വൺ. സോ ദർ ആർ ടോക്സിക് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ടോക്സിക് ഡിഫെൻസ് മെക്കാനിസം ഇതൊക്കെ. സോ വെനെവർ നമ്മൾ ദൈവത്തെ ഭയപ്പെടുമ്പം വി ഷുഡ്, ഐ നോ ഇറ്റ്സ് നോട്ട് എൻ ഈസി ചോയ്സ്. അത് ഈസി അല്ല, പക്ഷേ പോസിബിൾ ഒരു ചോയ്സാണ്. ഓക്കെ, ഐ എം നോട്ട് ടെല്ലിങ് ദാറ്റ് ഇറ്റ് ഈസ് ഈസി, but it is possible. So whenever we find ourselves in a troubled situation, we need to run to God rather than fulfilling ourselves. നമ്മളുടെ ലൈഫ് ഈ ലോകത്തിൻ്റെ പ്ലഷേഴ്സിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാതെ, അല്ലെ ടോക്സിക് ബിഹേവിയർ കൊണ്ട് നമ്മൾ ടോക്സിക് ആവില്ല. ഓവറായിട്ട് സീരീസ് കാണുന്നത്, ഓവറായിട്ട് മൂവീസ് കാണുന്നത്, പലതും. സോ വി ഓൾ നീഡ് ടു അനലൈസ് ആ വീക്ക്നെസ്സസ്. നമ്മൾ എവിടെയാണ്, ഞാൻ അതാണ് തുടങ്ങിയത്, എവിടെയാണ് നമ്മുടെ വീക്ക്നെസ് കിടക്കുന്നത്? വാട്ട് ആർ വി സാറ്റിസ്ഫൈങ് അവർ സെൽസ് വിത്ത്? നമ്മളുടെ ഈഗോ വളർത്താനും നമ്മളുടെ ടെമ്പററി ഒരു പ്ലഷർ ആ ഒരു സമയം ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ റിലേ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബട്ട് ആ ഒരു സെയിം സമയത്ത് ട്രൈ ടു ഐഡൻറ്റിഫൈ യുവർ വീക്ക്നെസ്. ഓക്കെ, ദർ ആർ ടൈംസ് വെൻ വി ആർ ഡിപ്രസ്ഡ്. ഐ എം നോട്ട് ബ്ലെയിമിങ് ദ പീപ്പിൾ, ബട്ട് റീഡ് ഗുഡ് ബുക്സ്, ടോക്ക് ടു പീപ്പിൾ ഹു ആർ വെരി പോസിറ്റീവ്. അല്ലെങ്കിൽ നമ്മുടെ കൂട്ട് ഫെയിലിയേഴ്സ് ഓവർകം ചെയ്തിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, അല്ലെ അവർ കടന്നുപോയ സിറ്റുവേഷനിൽ നിന്ന് ഹൗ ഡിഡ് ദേ ഓവർകം, അത് പഠിക്കുന്നത് എപ്പോഴും ഒരു ഹെൽത്തി ഒരു വേ ഓഫ് കമ്മിങ് അപ്പ്. സോ വി നീഡ് ടു ഹാവ് ഹെൽത്തി വേസ് ഓഫ് ഡിഫെൻസ് മെക്കാനിസം. നമ്മുടെ ലൈഫിൽ നമ്മൾ കോപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് സ്ട്രെങ്ത് വേണ്ടിയ സമയത്ത് വി ഷുഡ് റിലൈ ഓൺ തിങ്സ് ദാറ്റ് ഓൺലി സാറ്റിസ്ഫൈ അസ് ഫോർ എ ലോങ് ടൈം. നമ്മൾ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ആണ്. ഐ എം നോട്ട് ഗോയിങ് മോർ ഇൻ ടു ഇറ്റ്. സോ ഇറ്റ് ഈസ് എ ഹംബിൾ ചോയ്സ്. സോ അതൊരു ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകുന്നത് ഇച്ചൂടെ ഒരു ഹംബിൾ കോളാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് വിട്ടു കൊടുക്കാൻ ഒരു ഹംബിൾ ചോയ്സ് നമ്മൾ വിട്ടു കൊടുക്കാനോ, ഗോഡ് ഓക്കെ യു ഡീൽ ഇറ്റ്, അല്ലെ ദൈവമേ ഐ നോ ദിസ് പെയിൻ ഇസ് ഫോർ എ പേർപ്പസ് എന്നൊരു ഹംബിൾ ഒരു ചോയ്സ് നമ്മൾ എടുക്കാണ്ട് വി കനോട്ട് മോൾഡ് അവർ ഹാർട്ട് ഓർ വി കനോട്ട് ഈൽഡ് അവർ സെൽസ്. So what I want to tell is, we are all going through different phases of life. We know we are hearing of wars, we are hearing of troubles. ഒരുപാട് പ്രശ്നങ്ങൾ കൂടി പോകുന്നത്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു കോവിഡ് വന്ന സമയം നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടി വീട്ടിലിങ്ങനെ ഇരിക്കുന്നതായിരുന്നു. ഇപ്പം നമ്മൾ അതിനോട് ഫ്ലെക്സിബിളായി, നമുക്കിപ്പോൾ വീട്ടിൽ ഇരിക്കണമെന്നേ ഉള്ളൂ. സോ ഹ്യൂമൻസിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും പെട്ടെന്ന് ഹ്യൂമൻസിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. വി ഹാവ് ടു ചെക്ക് ദ ചോയ്സസ് ദാറ്റ് വി ആർ മേക്കിംഗ്. എപ്പോഴും ആർ വി റിലൈയിങ് ഓൺ ദ റൈറ്റ് സോഴ്സസ്? ആർ വി മേക്കിംഗ് റൈറ്റ് ചോയ്സസ് ഫോർ അവർ ലൈഫ്? ആ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. എവറി ഡേ ഒരു ന്യൂ ഡേ ആണ്. സോ ടുഡേ യു ക്യാൻ മേക്ക് ന്യൂ ചോയ്സസ്. ഇന്നലെ ഇത്രയും നാളുള്ളത് അവിടെ ഇട്ടേക്കോ, ലീവ് ഇറ്റ് ഓഫ്. ഇഫ് എനി വൺ ഇസ് ഹിയറിംഗ് മീ ഹു ഇസ് മെയ്ഡ്, നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫ് മെസ്റ്റപ്പ് ആണെങ്കിൽ ഇത്രയും നാളത്തേത് അവിടെ ഇടുക. യു ക്യാൻ സ്റ്റാർട്ട് എവറി ഡേ, എവറി മൊമെൻറ്റ് നമുക്കൊരു ന്യൂ ബിഗിനിങ് ആണ്. ദിസ് ഇസ് എ പ്രസൻറ്റ് ലൈഫ്. Okay, so if anyone is hearing me who thinks you have lost your way, no, it's not. God still has your life in control. There is nothing that is broken beyond repair. ദൈവത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിനും വേഴ്സ് ആയിട്ടൊന്നും നമ്മുടെ ലൈഫിൽ ഇതുവരെയായിട്ട് നടക്കത്തില്ല. Because God is the one who is almighty. He is still in control. So I hope today's devotion was a blessing to you. Meet you tomorrow. നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരിക്കും. We'll be having a concluding session on whatever we have done for all these 20 days. So stay safe. God bless.